ഇപ്പോൾ എം.എ. ബേബി കൂടിച്ചേരുകയാണ്. ശ്രീ എം.എ. ബേബി എങ്ങനെയാണ് ഓർക്കുന്നത് സുധാകർ റെഡ്ഡി എന്ന നേതാവിനെ? ദേശീയ തലത്തിലടക്കം അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതും ഏറ്റവും പ്രധാനം അതിശക്തമായ അഭിപ്രായങ്ങൾ പറയാൻ ധൈര്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിരുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടിയാണ് സുധാകർ റെഡ്ഡി ഓർക്കുന്നത്. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? CPIയുടെ സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ CPI ജനറൽ സെക്രട്ടറിയായി സഖാവ് സുധാകർ റെഡ്ഡി പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞത്. CPMന്റെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അജയ് ഭവൻ സന്ദർശിച്ച CPIMന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോയ ഘട്ടത്തിൽ അവിടെ CPIയുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന CPI ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ ചർച്ച അതിൽ വളരെ കൃത്യമായും സൂക്ഷ്മതയോടെയും വളരെ സൗമ്യമായും സഹോദര പാർട്ടിയോട് കാണിക്കേണ്ട സ്നേഹവും ആദരവും സൗഹാർദ്ദവും എല്ലാം കാസൂക്ഷിച്ചുകൊണ്ടുള്ള വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മയാണ് സഖാവ് സുധാകർ റെഡ്ഡിയെ കുറിച്ച് ഓർക്കുമ്പോഴുള്ളത്. AKG ഭവനിൽ സഖാവ് സുധാകർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സഖാവ് D രാജയും അതുപോലെ പല്ലവ് സെൻഗുപ്തയും എല്ലാം അടങ്ങുന്ന സഹപ്രവർത്തകരുമായി വന്നു നടത്തിയ ചർച്ചകളുടെ അനുഭവങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട്. AIYFന്റെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിലാണ് സഖാവ് സുധാകർ റെഡ്ഡിയെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇടപഴകാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത CPIMനെ പോലെ തന്നെ CPI നേതാവ് സഖാവ് സുധാകർ റെഡ്ഡിയും എന്നും തന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുറുകെ പിടിച്ചിരുന്നതാണ്. അനാരോഗ്യവും പ്രായത്തിന്റെ പ്രയാസങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജനറൽ സെക്രട്ടറി പദവി ഒഴിഞ്ഞ് പുതിയ തലമുറയിൽപ്പെട്ട സഖാക്കളെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഘട്ടത്തിലും പരസ്പരം കണ്ട് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. തെലങ്കാന സമരത്തിന്റെ വലിയ പാരമ്പര്യമുള്ള പ്രദേശത്തു നിന്ന് വന്ന CPIയുടെ നേതാവ് സഖാവ് സുധാകർ റെഡ്ഡി ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. വ്യക്തിപരമായി വളരെ വലിയ സംശുദ്ധിയും സ്വകാര്യ ജീവിതത്തിലുള്ള ലാളിത്യവും ഒക്കെ മാതൃകാപരമായി മുറുകെ പിടിച്ചിരുന്ന സഖാവ് സുധാകർ റെഡ്ഡിയുടെ നിര്യാണം CPIക്ക് മാത്രമല്ല പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തനായ ഒരു നേതാവിന് നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ശൂന്യതയാണ് സഖാവിന്റെ വേർപാടിന്റെ വാർത്ത അറിയുമ്പോൾ എനിക്ക് വ്യക്തിപരമായുള്ളത്. വളരെ നന്ദി. ശ്രീ എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറിയാണ് ഈ ഘട്ടത്തിൽ സുധാകർ റെഡ്ഡിയെ ഓർക്കുന്നത്.